ഇതാ ഇവിടേക്കാണ് ഈ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലമാണിത്. ഇതിനടിയിൽ ലോറി ഉണ്ട് എന്നാണ് പ്രതീക്ഷ. ആ വിശ്വാസത്തിലാണ് ഈ മണ്ണ് നീക്കം നടക്കുന്നത്. നേരത്തെ തന്നെ വലിയ മൺകൂന ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ എത്തുമ്പോൾ. പക്ഷേ അതിവേഗതയിലുള്ള ആ മണ്ണ് നീക്കം ഇവിടെ നടക്കുന്നു. ഇവിടെ ഒരു സ്ഥലം പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ കുറ്റി ഇവിടെ നിന്ന് ആ മണ്ണ് നീക്കുന്നതിനിടയിൽ പറഞ്ഞു പോയിട്ടുണ്ടാവാം. അവിടെ പക്ഷെ ഒരു പോലീസിന്റെയും മറ്റും വലിച്ചു കെട്ടുന്ന പോലെ ഒരു ടാഗ് അവിടെ കിടക്കുന്നുണ്ട്. ആ പ്രദേശത്ത് അവിടെയാണ് ലോറി ഉള്ളതെന്നാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനം. അതനുസരിച്ചിട്ടുള്ള ഒരു മണ്ണ് നീക്കമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ ഭാഗത്തേക്ക് അതിന് ഉള്ളിൽ ലോറി ഉണ്ടാകാം എന്നൊരു പ്രതീക്ഷയാണ് ഈ രക്ഷാദൗത്യം പങ്കുവെക്കുന്നത്. പക്ഷെ അതിശക്തമായ മഴ പെയ്യുന്നു. അതിശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് മുകളിൽ നിന്ന് നോക്കൂ, വെള്ളം വലിയ ശക്തമായിട്ട് താഴേക്ക് ഇങ്ങനെ കുത്തി ഒഴുകുന്നുണ്ട്. അതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മന്ത്രിയൊക്കെ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അതായത് ഈ രാത്രി കാലങ്ങളിൽ ഒരുപക്ഷെ നോക്കൂ, മണ്ണിപ്പോൾ സ്വാഭാവികമായി തന്നെ ഇടിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും ഈ മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. അതുപോലെ വെള്ളം ഇങ്ങനെ അതിശക്തമായി താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മഴ വലിയ പ്രതികൂലമായ കാലാവസ്ഥ ഇതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ മഴ കാരണം തൽക്കാലത്തേക്ക് ഈ പ്രവർത്തനം നിർത്തിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ്. രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ ദൗത്യ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല പൂർണ്ണമായും മിലിറ്ററിയുടെ അല്ലെങ്കിൽ പൂർണ്ണമായും കരസേനയുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് പരമാവധി മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക, മണ്ണെടുത്ത് മാറ്റുക എന്നതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ കരസേനയുടെ 60 അംഗ സംഘം ഇവിടെ 2:30 മണിയോടുകൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണിപ്പോൾ ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങളിലേക്ക് പോകട്ടെ. അതായത് ഇത്രയധികം മണ്ണുകൂടി ഇനി ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ മണ്ണുകൂടി ഇവിടെ നിന്ന് സ്വാഭാവികമായും മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുറച്ച് മണ്ണുകൂടിയെങ്കിലും മാറ്റിയാൽ മാത്രമേ ഈ വാഹനം ഇതിനുള്ളിൽ ഉണ്ടോ എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി കഴിയൂ.